ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കാണുന്നത് ചേട്ടൻ എന്താ വലയിൽ നിന്ന് മീൻ എടുക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തൊട്ട് പുറവശത്ത് ഒരു കുളമുണ്ട്, ആ കുളത്തിൽ നിന്ന് കിട്ടിയ മീനാണ് കേട്ടോ. നമുക്കിന്ന് ഇത്രയും മീനാണ് കിട്ടിയിരിക്കുന്നത്. 2-3 കരട്ടി ഉണ്ടായി. പിന്നെ ആ വെള്ള കളറിലെ വലിയ ചെതമ്പലുള്ള മീൻ നമ്മൾ പറയുന്നത് ചാങ്കണ്ണി എന്നാണ് കേട്ടോ. അങ്ങനെയാണ് ആ മീനിൻ്റെ പേര്. പക്ഷേ ഈ മീനൊന്നും ഇവിടെ ആരും കൂട്ടില്ല, ചേട്ടനായാലും അച്ചു ആയാലും ആരും കൂട്ടില്ല. അതുകൊണ്ട് ഞാനത് വീട്ടിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാവിലെ അല്ലുവിനെ വീട്ടിലോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇന്ന് എനിക്ക് കുറേ സാധനങ്ങൾ ഉണക്കാനും പൊടിക്കാനും ഒക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. മുളകും മല്ലിയും പച്ചരിയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണക്കി ഇന്ന് പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മുളകൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കാനിട്ട് പച്ചരിയും മല്ലിയും എല്ലാം ഉണക്കാനിട്ടിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു. ഇതെല്ലാം കഴുകി മുകളിൽ കൊണ്ട് ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു പരിവ് ഞാൻ ടെറസിൻ്റെ മേളിൽ നിന്ന സമയത്ത് താഴെ ഒരു പപ്പായ പഴുത്തേക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. ഞാൻ താഴെ വന്നപ്പോൾ അതങ്ങ് മറന്നുപോയി. പിന്നെ ഞാൻ പെട്ടെന്ന് ഓർത്തപ്പം പോയി പിച്ചെടുത്തു കേട്ടോ. നോക്കിയപ്പോഴാണെങ്കിൽ അതിനകത്ത് എന്തോ കൊത്തിയിട്ടുണ്ട്, എന്തോ കിളികളോ മറ്റോ കൊത്തിയതാണ്. പക്ഷേ അതുകൊണ്ട് ഞാനത് എടുത്തില്ല, ഞാനതങ്ങ് കളഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ ഡബിളോളിക്ക് ഉപ്പിലിട്ടതാണ്. ഞാൻ വീട്ടിൽ പോയ സമയത്ത് മാമിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാമി തന്നു വിട്ടതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായി ഉപ്പിലിട്ട്, അതുകൊണ്ട് തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചേട്ടൻ വന്നത്. അച്ഛൻ്റെ വണ്ടി കുറേ ദിവസമായിട്ട് കേടായിട്ടിരിക്കുമായിരുന്നു. അപ്പം ചേട്ടൻ പോയി അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് അത് ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോയി സംസാരിച്ച് നിന്ന് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഞാൻ ഒരു ജോലിയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് വന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിയ ചെറിയ മത്തി ഇരിപ്പുണ്ടായിരുന്നു. വേറെ ഒന്നും ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഞാനത് കുറച്ചെടുത്ത് വറക്കുകയും കുറച്ച് നേരത്ത് മുളക് കറി വെക്കുകയും ചെയ്തു. എനിക്ക് മുളക് കറിയൊക്കെ വെക്കാനുള്ളൊരു കുഞ്ഞ് നല്ലൊരു ചട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം നമ്മുടെ അല്ലുവിൻ്റെ കൈ കിട്ടിയാൽ താഴെയിട്ട് പൊട്ടിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് പയറെടുത്ത് പരിപ്പ് കറിയും കൂടെ വെച്ചു. പിന്നെ അച്ഛന് പരിപ്പിൻ്റെ കൂടെ പപ്പടം കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് പപ്പടം കൂടെ എടുത്ത് വറുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ കൂട്ടുകാർ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.